നിക്ഷേപകൻ എന്ന നിലയിൽ ഓഹരി വിപണിയിൽ പണം മുടക്കുന്നതിന് മുൻപ് ചില അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് PE അനുപാതം അഥവാ പ്രൈസ് ടു ഏർണിംഗ്സ് റേഷ്യോ. ഒരു കമ്പനിയുടെ ഓഹരിക്ക് അധികം വിലയുണ്ടോ, കുറഞ്ഞ വിലയാണോ, അതോ ന്യായമായ വിലയാണോ എന്ന് നിർണ്ണയിക്കാൻ PE അനുപാതം സഹായിക്കുന്നു. PE അനുപാതം എന്തുകൊണ്ട് പ്രധാനം? ഓഹരിയുടെ വില മാത്രം നോക്കി നിക്ഷേപ തീരുമാനമെടുക്കുന്നത് ശരിയായ രീതിയല്ല. ഉയർന്ന വിലയുള്ള ഓഹരികൾ എല്ലായ്പ്പോഴും മികച്ചതാകണമെന്നില്ല, കുറഞ്ഞ വിലയുള്ളവ മോശമാകണമെന്നുമില്ല. ഉദാഹരണത്തിന് MRF ടയേഴ്സ് ഓഹരി വില വളരെ ഉയർന്നതാണെങ്കിലും മുൻകാലങ്ങളിൽ അതിന്റെ വിലയിൽ ഇടിവുണ്ടായിട്ടുണ്ട്. ഇത് ഓഹരിയുടെ വിലയെ മാത്രം ആശ്രയിച്ച് നിഗമനങ്ങൾക്ക് എത്തരുതെന്ന് വ്യക്തമാക്കുന്നു. നിക്ഷേപിക്കുന്നതിന് മുൻപ് കമ്പനിയുടെ പ്രൊമോട്ടർമാർ ബിസിനസിന്റെ വ്യാപ്തി, ലാഭക്ഷമത എന്നിവയും പരിശോധിക്കണം. നല്ല ലാഭം ഉണ്ടാക്കുന്ന കമ്പനികൾ കൂടുതൽ നിക്ഷേപകരെത്തുകയും ഓഹരി വില ഉയരുകയും ചെയ്യും. ലാഭമില്ലാത്ത കമ്പനികളിൽ നിന്ന് നിക്ഷേപകർ പിന്മാറുന്നത് വലിയ ഇടിവിനും കാരണമാകുന്നു. എന്താണ് PE അനുപാതം? എങ്ങനെ കണക്കാക്കാം? PE അനുപാതം എന്നാൽ ഒരു കമ്പനിയുടെ ഓഹരി വിലയും പ്രതി ഓഹരി വരുമാനവും തമ്മിലുള്ള അനുപാതമാണ്. കണക്കാക്കുന്ന വിധം: PE അനുപാതം ഈക്വൽ ഓഹരിയുടെ ഇപ്പോഴത്തെ വിപണി വില ബൈ പ്രതി ഓഹരി വരുമാനം. ഉദാഹരണത്തിന് ഒരു കമ്പനിയുടെ ഓഹരി വില 150 രൂപയും പ്രതി ഓഹരി വരുമാനം 5 രൂപയുമാണെങ്കിൽ PE അനുപാതം 150/5 30 ആയിരിക്കും. ഇതിനർത്ഥം കമ്പനി 1 രൂപ ലാഭമുണ്ടാക്കുമ്പോൾ നിക്ഷേപകർ 30 രൂപ നൽകാൻ തയ്യാറാണ് എന്നതാണ്. PE അനുപാതം എങ്ങനെ വിലയിരുത്താം? ഓഹരി വിലയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് PE അനുപാതം ദിവസവും മാറിക്കൊണ്ടിരിക്കും. എന്നാൽ പ്രതി ഓഹരി വരുമാനം കമ്പനിയുടെ ത്രൈമാസ സാമ്പത്തിക ഫലങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. അതിനാൽ ഒരു കമ്പനിയുടെ സാമ്പത്തിക വർഷത്തിലെ ത്രൈമാസ ഫലങ്ങളെ അടിസ്ഥാനമാക്കിയാണ് PE അനുപാതം പ്രധാനമായും വിലയിരുത്തുന്നത്. കഴിഞ്ഞ 3 വർഷത്തെ PE അനുപാതം പരിഗണിക്കുന്നത് നല്ലതാണ്. ഒരു കമ്പനിയുടെ PE അനുപാതം വിലയിരുത്തുമ്പോൾ അതേ മേഖലയിലുള്ള മറ്റ് കമ്പനികളുടെ PE അനുപാതമായും കമ്പനിയുടെ കഴിഞ്ഞ കാലങ്ങളിലെ ശരാശരി PE അനുപാതവുമായും താരതമ്യം ചെയ്യുന്നത് നല്ലതാണ്. മീഡിയൻ PEയേക്കാൾ ഇപ്പോഴത്തെ PE കുറവാണെങ്കിൽ ഓഹരിക്ക് വില കുറവാണെന്നും മീഡിയൻ PEയേക്കാൾ ഇപ്പോഴത്തെ PE കൂടുതലാണെങ്കിൽ ഓഹരിക്ക് വില കൂടുതലാണെന്നും പൊതുവെ പറയാം. എങ്കിലും വളർച്ചാ സാധ്യത കൂടുതലുള്ള കമ്പനികൾക്ക് ഉയർന്ന PE സാധാരണമാണ്. PEG അനുപാതം ചില സന്ദർഭങ്ങളിൽ PE അനുപാതം മാത്രം നോക്കി തീരുമാനമെടുക്കുന്നത് ഉചിതമായിരിക്കില്ല. പ്രത്യേകിച്ചും കമ്പനിയുടെ ഭാവി വളർച്ചാ സാധ്യതകൾ കൂടി കണക്കിലെടുക്കേണ്ടി വരുമ്പോൾ. ഇവിടെയാണ് PEG അനുപാതം പ്രസക്തമാകുന്നത്. PEG അനുപാതം ഈക്വൽ PE അനുപാതം ബൈ കമ്പനിയുടെ വാർഷിക വരുമാന വളർച്ചാ നിരക്ക്. ഉദാഹരണത്തിന് ഒരു കമ്പനിയുടെ PE അനുപാതം 15ഉം വാർഷിക വരുമാന വളർച്ചാ നിരക്ക് 5% ആണെങ്കിൽ PEG അനുപാതം 15/5 = 3 ആയിരിക്കും. മറ്റൊരു കമ്പനിയുടെ PE 40ഉം വളർച്ചാ നിരക്ക് 20% ആണെങ്കിൽ PEG അനുപാതം 40/20 2 ആയിരിക്കും. PEG അനുപാതം 1 അല്ലെങ്കിൽ അതിൽ കുറവാണെങ്കിൽ അത് നല്ല നിക്ഷേപമായി കണക്കാക്കപ്പെടുന്നു. മേൽപ്പറഞ്ഞ ഉദാഹരണത്തിൽ രണ്ടാമത്തെ കമ്പനിക്കാണ് മികച്ച PEG അനുപാതം. ഇന്ത്യയിൽ PEG അനുപാതം 1-ന് താഴെയുള്ള നല്ല ഓഹരികൾ കണ്ടെത്തുന്നത് താരതമ്യേന ബുദ്ധിമുട്ടാണ്. ശ്രദ്ധിക്കുക, PEG അനുപാതങ്ങൾ നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള സൂചനകൾ മാത്രമാണ്. ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾ, കോവിഡ് പോലുള്ള മഹാമാരികൾ തുടങ്ങിയ ബാഹ്യ ഘടകങ്ങൾ ഓഹരി വിലയെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഈ കണക്കുകൾ ഒരു സഹായ ഉപകരണം മാത്രമാണ്. ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നതിന് മുൻപ് കമ്പനികളെ കുറിച്ച് വിശദമായി പഠിക്കുകയും PEG പോലുള്ള അനുപാതങ്ങൾ വിലയിരുത്തുകയും ചെയ്യുന്നത് നല്ലതാണ്. എന്നിരുന്നാലും സ്വന്തമായി തീരുമാനമെടുക്കുന്നതിന് മുൻപ് സെബി അംഗീകൃത സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ അഭിപ്രായം തേടുന്നത് എല്ലായ്പ്പോഴും ഉചിതമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.